ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു യൂസർ ക്രിയേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലേക്ക് എങ്ങനെ നമുക്ക് ഡാറ്റാസ് ആഡ് ചെയ്യുക എന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എൻ്റെ കമ്പ്യൂട്ടറിലൊന്ന് റൺ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ എന്നുള്ള പേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്, ഇവിടെ യൂസർ നെയിം കൊടുക്കാം. അതേപോലെ യൂസർ നെയിമിനൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് തെറ്റിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എങ്ങനെയാണ് പാസ്വേഡ് കൊടുക്കേണ്ടത് ആ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ നമുക്കിവിടെ കൺഫേം ചെയ്യാനുള്ള ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജാങ്കോയിലുള്ള ഈ യൂസർ ക്രിയേഷൻ ഫോം, അതായത് ഈ യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളത് യൂസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫോം നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കെങ്ങനെ സ്വന്തമായിട്ടൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം, അതായത് ഇതിലുള്ള ഈ യൂസർ ക്രിയേഷൻ ഫോമിന് പകരമായിട്ട് നമുക്കെങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഫോംസ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക. ഈ ഫോംസ് എന്നുള്ളത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോൾ ആൾറെഡി നമ്മളിവിടെ വന്ന് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് നമുക്ക് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫോം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഫോം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിലേക്കൊരു മോഡൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളത് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ വന്ന് ഫ്രം, അതിനുശേഷം എന്ത് ചെയ്യാം, ജാങ്കോ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, കോൺട്രിബ് എന്ന് ചേർത്ത് കൊടുക്കുക. കോൺട്രിബ്യൂഷൻ്റെ ഷോർട്ടാണ് കോൺട്രിബ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഓത് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, മോഡൽസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇമ്പോർട്ട് യൂസർ ക്രിയേഷൻ, മോഡലല്ല, ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് യൂസർ ക്രിയേഷൻ ഫോം എന്ന് ചേർത്ത് കൊടുക്കുക. ഇമ്പോർട്ട് യൂസർ ക്രിയേഷൻ ഫോം എന്ന് ചേർത്തു. ഇനി അതേപോലെ തന്നെ നമുക്കിതിലേക്കൊരു മോഡലും വേണം. അപ്പോൾ നമ്മളെ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് യൂസർ എന്നുള്ള മോഡലാണ്. അപ്പോൾ അത് ജാങ്കോ എന്നതിൻ്റെ ഉള്ളിലുള്ള കോൺട്രിബ് എന്നതിൻ്റെ ഉള്ളിലുള്ള ഓത് എന്നതിൻ്റെ ഉള്ളിലുള്ള മോഡൽസിൻ്റെ ഉള്ളിൽ വരുന്ന യൂസർ എന്നാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് നമ്മളിവിടെ വന്ന് യൂസർ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ് വെച്ച് ചെയ്യണം. ക്ലാസ്സിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് കസ്റ്റം അതിനുശേഷം എന്ത് ചെയ്യണം, യൂസർ ക്രിയേഷൻ ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഈ രൂപത്തിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ആ യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ള ക്ലാസ്സിന് ഇതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിലൊരു മീറ്റ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് എന്നിട്ടതിന് ശേഷം നമുക്ക് മീറ്റ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, മോഡൽ എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഇവിടെ ഈ കൊണ്ടുവന്ന യൂസർ എന്നുള്ളതിനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് യൂസർ എന്നും ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫീൽഡ്സ് എന്ന ഭാഗത്ത് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ, അതായത് നമുക്ക് ആ പേജിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണോ കാണേണ്ടത് അത് നമുക്കിവിടെ ഒരു ടപ്പിൾസിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തന്നെ നമുക്ക് യൂസർ നെയിമാണ് വേണ്ടത്, അത് ചേർത്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇമെയിലാണ്, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് പാസ്വേഡ് 1 ആണ്, എല്ലാം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പാസ്വേഡ് 1 ആണ്. അതിനുശേഷം കൺഫേം പാസ്വേഡിന് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് പാസ്വേഡ് 2 ആണ്. അപ്പോൾ അടുത്ത ലൈനിൽ എഴുതുന്നുണ്ട്, ഇവിടെ വന്ന് പാസ്വേഡ് 2 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു കോമ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് നെക്സ്റ്റ് ഫസ്റ്റ് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ലാസ്റ്റ് നെയിം എന്നും ചേർത്ത് കൊടുക്കുക, ലാസ്റ്റ് അണ്ടർസ്കോർ നെയിം എന്നും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മളെ ഫോം നമുക്കിവിടെ വന്ന് ക്രിയേറ്റ് ആയി ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വ്യൂവിൽ പോയിട്ട് ഇവിടെ ഇപ്പോൾ ഓൾറെഡി കൊടുത്തത്
വേർ ഈസ് എറർ. ഓക്കെ, മെറ്റ. ഓക്കെ, അത് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, മോഡൽ. ഓക്കെ, അത് നമുക്കിവിടെ എന്തോ എറർ ഉണ്ട്, കാരണം നമ്മൾ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കിവിടെ വന്ന് എറർ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫീൽഡ്സ്. ഓക്കെ, യൂസർ ഇമ്പോർട്ട് മോഡൽ യൂസർ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ യൂസർ എന്നുള്ളത് നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇടണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കതിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കെന്ത് ചെയ്യാം, ഇവിടെ വന്ന് വ്യൂ എന്നുള്ള ഭാഗത്തേക്ക് പോവുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കറൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് യൂസർ ക്രിയേഷൻ ഫോമാണ്. ഇത് ഒഴിവാക്കിയിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളത് നമുക്കിതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഈ ലൈൻസ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അതിനുശേഷം ഓൾറെഡി നമ്മളിവിടെ ഒരു ഫോം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫോം കൂടി നമുക്കിവിടേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് രജിസ്ട്രേഷനുള്ളിൽ ഈ യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളതിന് പകരം ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ കസ്റ്റം യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളത് ഇവിടെ ചേർത്ത് കൊടുക്കുക. ബാക്കി ഇതിലുള്ള എല്ലാ കാര്യങ്ങളും സെയിം അതേപോലെ തന്നെയാണ്, അതൊന്നും എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട. ഇവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ യൂസർ ക്രിയേഷൻ ഫോമിന് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും അതേപോലെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് യൂസർ നെയിം കൊടുക്കാം, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പുതിയൊരു കോളായിട്ട് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, അതിനുശേഷം പാസ്വേഡ് കൊടുക്കാം, അതേപോലെ ആ കൺഫേം പാസ്വേഡും കൊടുക്കാം, അതേപോലെ ഫസ്റ്റ് ടൈം കൊടുക്കാം, അതേപോലെ ലാസ്റ്റ് ടൈം കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നാലും നമുക്ക് എന്തില്ല, ഇവിടെ വന്ന് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും ഇവിടുന്ന് നമുക്കിത് ഒഴിവായി പോയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഫോമിൽ എഗെയിൻ നമുക്കിവിടെ വന്ന് ആ ഫോമിലേക്ക് തന്നെ പോവാം. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് ഹെൽപ്പർ ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഹെൽപ്പർ, അതിനുശേഷം അണ്ടർസ്കോർ, എന്നിട്ട് ഇവിടെ വന്ന് ടെക്സ്റ്റസ് എന്ന് ചേർത്തു. എന്നിട്ട് ഈക്വൽ ടു ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ യൂസർ നെയിം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിന് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിന് ഈ കൊടുത്തതിന് പകരം നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി ഒരു ടെക്സ്റ്റും ഞാൻ വേണ്ട, അതുകൊണ്ട് ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നണ്ണ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ഇമെയിലിന് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇമെയിൽ കോളൻ ഇട്ടതിന് ശേഷം ഞാനിവിടെ വന്ന് നണ്ണ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഇമെയിലിനും അതേപോലെ യൂസർ നെയിമിനും നമ്മളിവിടെ കൊടുത്ത ആ അഡീഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ഇതൊന്ന് ഒഴിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്വേഡിൻ്റെതാണ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കേണ്ടത്. അപ്പോൾ പാസ്വേഡ് നമുക്ക് ഇവിടെ കൊടുത്താൽ അത് ഒഴിവാവില്ല. അതിന് നമ്മൾ വേറൊരു മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഡിഫ് എന്നിട്ടു, അതിനുശേഷം ഒരു കൺസ്ട്രക്ടറാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇനിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനിറ്റ് എന്ന് ചേർത്തു, ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടു. ആദ്യം എന്ത് ചെയ്തു, സെൽഫ് ഡിഫാൾട്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ സെൽഫ് ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു സ്റ്റാർ ഇട്ടതിന് ശേഷം ആർക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 2 സ്റ്റാർ ഇട്ടതിന് ശേഷം കീവേഡ് ആർക്സ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. കീവേഡ്, അപ്പോൾ KW അതിനുശേഷം ആർക്സ് എന്നും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കോളൻ ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ സൂപ്പർ എന്ന് ചേർത്ത് കൊടുക്കുക. സൂപ്പർ, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം ഒരു ഡോട്ട് ഇടുക. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനിറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ സ്റ്റാർ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ആർക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ആർക്സ് എന്ന് ചേർത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം 2 സ്റ്റാർ ഇട്ടതിന് ശേഷം കീവേഡ് ആർക്സ് എന്നുള്ളതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോളന് വേണ്ട. അതിനുശേഷം എന്ത് ചെയ്യുക, സെൽഫ് എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ വന്ന് ഫീൽഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാസ്വേഡ്, നമ്മൾ ഒന്നാമത്തതിൻ്റെ
ഇതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പാസ്വേഡ് എന്ന് ചേർത്തു, പാസ്വേഡ് 1. എന്നിട്ട് അതിൻ്റെ ഹെൽപ്പ് ടെക്സ്റ്റ് എന്താണോ വേണ്ടത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഹെൽപ്പ് അണ്ടർസ്കോർ ടെക്സ്റ്റ് ഈക്വൽ ടു നമ്മളിവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കുക. ഒന്നും വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുത്തത്. ഇനി എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1 ആണ് കൊടുത്തത്, അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തതിൻ്റെയും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. എഗെയിൻ ഇതൊന്നുകൂടി നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൽ അഡീഷണൽ ആയിട്ട് വന്ന ആ എക്സ്ട്രാ കണ്ടൻറ്റുകളൊക്കെ ഇതിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസർ നെയിം എന്നുള്ളത് പേര് ഞാനിവിടെ വന്ന് സമീർ 2 എന്ന് കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. എഗെയിൻ ആ പാസ്വേഡ് ഇവിടെ വന്ന് ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് നെയിം എന്താണോ എന്നും അതേപോലെ ലാസ്റ്റ് നെയിം എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ അക്കൗണ്ട് ഇതിലേക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അഡ്മിൻ പേജിൽ പോയിട്ട് ആ അക്കൗണ്ട് ഇതിലേക്ക് വന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അഡ്മിനിൽ പോയി അഡ്മിന് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത യൂസറിൽ പോയാൽ ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ യൂസർ നെയിമും ഇവിടെ കാണിക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്, അതേപോലെ ഫസ്റ്റ് നെയിമും ഇവിടെ കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് നെയിമും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇത് സൂപ്പർ യൂസർ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇൻറ്റു ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വാട്സപ്പ് യൂസ് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.